ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കിടയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൊറർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഹർഷൻ. ഒരുപാട് നേരം വായിച്ചുകൊണ്ട് അവൻ അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അതേ മോനെ, ഒന്ന് എഴുന്നേറ്റ്, ഇത് എന്തോർക്ക? പെട്ടെന്ന് അവനെ ആരോ തട്ടി വിളിക്കുന്ന പോലെ തോന്നി ഹർഷൻ പതിയെ കണ്ണു തുറന്നു. എന്താ മോനെ? സമയത്ത് കഴിഞ്ഞു, എനിക്ക് വാതിലടക്കണം, മോൻ പോണില്ലേ? അയ്യോ, അത്രയും സമയമായോ? സോറി, ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഹർഷൻ പുറത്തേക്ക് വന്നു. ചുറ്റും ഇരുട്ട് വീണിട്ടുണ്ട്. ലൈബ്രറിയിൽ വരുമ്പോൾ സാധാരണ നടന്നാണ് വരുന്നത്, ബൈക്ക് എടുക്കാറില്ല. വീട്ടിലേക്ക് ഇവിടുന്ന് 20 മിനിറ്റ് നടക്കണം. സാധാരണ ഇത്രയും വൈകാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഹർഷന് ചെറിയ പേടി തോന്നി. അപ്പോഴാണ് പിന്നിൽ വാതിലടയുന്ന ഒരു ശബ്ദം കേട്ടത്. ഹർഷൻ തിരിഞ്ഞു നോക്കി. ചേട്ടൻ വീട്ടിലേക്കല്ലേ? ഏതാ റൂട്ട്, ലെഫ്റ്റോ റൈറ്റോ? ഞാൻ ലെഫ്റ്റിലേക്കാ. എന്തേ? തീമേ, ഞാൻ പെട്ടു. ഒന്നുമില്ല, ഞാൻ റൈറ്റാ. ഒറ്റയ്ക്ക് പോകാനൊരു മടി, ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്താ മോനെ, പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പിന്നെ ഈ ഇരുട്ട്, ഞാനാണെങ്കിൽ ബൈക്കും എടുത്തിട്ടില്ല. എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ ഒരു വലിയ ഇടവഴി കടന്നു വേണം പോവാൻ. അവിടേക്ക് വെളിച്ചം കുറവാണ്, അതുകൊണ്ടാ. മോൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, അത് തെളിച്ചങ്ങ് നടക്ക്. പകലുള്ളതല്ലേ രാത്രിയിലുള്ളൂ, പിന്നെന്തിനാ പേടിക്കുന്നത്? മോൻ ധൈര്യമായിട്ട് നടക്ക്. ഒന്നുമില്ലെങ്കിലും മോനൊരു ആൺകുട്ടിയല്ലേ. ഇതൊക്കെ പറയാനും കേൾക്കാനും കൊള്ളാം, ആൺകുട്ടിയൊക്കെ തന്നെ. പക്ഷേ നല്ല കട്ടയിരുട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എത്ര വലിയ ധൈര്യമുള്ളതിനൊന്ന് വിയർക്കും. പണ്ടാരടങ്ങ ഇന്ന് വായിച്ചാണെങ്കിൽ ഒരു ഹൊറർ സ്റ്റോറി. ഇനി രക്ഷയില്ല, ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് പോവാം. ഹർഷൻ ദാമോദരനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. അരണ്ട് വെളിച്ചം മാത്രമേ ഉള്ളൂ, ചെറിയ കാറ്റുണ്ട്. അതോടൊപ്പം ചെറിയ ഇടിമുഴക്കവും മിന്നലും. മഴയ്ക്ക് സാധ്യതയുള്ള പോലെ. അതിനു പുറമെ നായ്ക്കളുടെ കുരയും ഓരിയിടലും. ഹർഷൻ നന്നായി ഭയന്നുപോയി. ഒരുവിധം അവൻ നടന്ന് വീട്ടിലേക്കുള്ള നീണ്ട ഇടവഴിയുടെ മുമ്പിലെത്തി. പക്ഷേ ആ വഴി മുഴുവൻ ഇരുട്ടാണ്. എൻ്റെ മഹാദേവ, കൂടെ തന്നെ ഉണ്ടാവണേ, നല്ല പേടിയുണ്ട്. ഹരിതാത്തൊന്നും നടക്കരുതേ. മുകളിലേക്ക് നോക്കി കൈകൂപ്പി അവൻ പ്രാർത്ഥിച്ചു. ശേഷം മനസ്സിൽ നാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്നാൽ പകുതി ദൂരം ചെന്നപ്പോൾ തന്നെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ തോന്നി. ഇതെന്താ ഇപ്പം ഇങ്ങനെ? എനിക്കെന്താ ഈ പറ്റുന്നത്? ഹർഷനാകെ വിയർത്തുപോയി. അവന് കാര്യം മനസ്സിലായി. തനിക്ക് പിന്നിൽ ആരോ ഉണ്ട്. ഈ ഇടവഴിയിൽ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം മറ്റാരോ ഉണ്ട്. ആരാണത്? സർവ്വധൈര്യവും എടുത്ത് ഹർഷൻ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ശൂന്യതയായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ മുന്നിലേക്ക് നടന്നു. പെട്ടെന്നാണ് ഒരു മിന്നൽ വെളിച്ചത്തിൽ ദൂരെ അവൻ എന്തോ ഒരു രൂപം കണ്ടത്. ഒരു വേള ഹർഷൻ ഞെട്ടിപ്പോയി. ആരാണത്? ഇനി വല്ല യക്ഷിയോ മറ്റാണോ? എൻ്റെ ദൈവമേ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് മുന്നിൽ വന്ന് നിൽക്കുക. ഏത് നശിച്ച നേരത്താണാവും ലൈബ്രറി പോകാൻ തോന്നിയത്. എന്ന് വരട്ടെ, അങ്ങോട്ട് നോക്കണ്ട, നേരെ പോവാം. ഹർഷൻ തലകുനിച്ച് സ്പീഡിൽ നേരെ നടന്നു. എന്നാൽ ആ രൂപത്തിന്റെ അരികിൽ എത്തുന്തോറും അവന് നടപ്പിന്റെ വേഗത കുറഞ്ഞു. നോക്കരുതെന്ന് വിചാരിച്ചിട്ടും അറിയാതെ അവൻ നോക്കിപ്പോയി. ഒരു നോക്കേ നോക്കിയുള്ളൂ. അപ്പോഴേക്ക് അലറി വിളിച്ചുകൊണ്ട് ഹർഷൻ വീട്ടിലേക്ക് ഓടി വീട്ടിൽ കയറി നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് വെള്ളക്കുടം അടക്കം കുടിക്കുന്ന ഹർഷന് അമ്മയായ സാവിത്രിയും അനിത്യായ ഹരിതയും നോക്കി. എന്താടാ, എന്തുപറ്റി? നീ എന്താ ഇങ്ങനെ വെള്ളം കുടിക്കുന്നേ? നിന്നെ പട്ടി ഓടിച്ചോ? സാവിത്രി ചോദിച്ചു. പട്ടിയല്ലമ്മേ, ഞാനൊരു പ്രേതത്തെ കണ്ടു ആ വളവിൽ കൂടി വരുമ്പോ. അത് കേട്ട് ഹരിത പൊട്ടിച്ചിരിച്ചു. എൻ്റെ ഏട്ടൻ എന്ത് കോമഡിയാ പറയുന്നേ? പ്രേതോ, വളവിലോ? ഏട്ടൻ്റെ പറച്ചിലേട്ട തോന്നില്ലോ അത് സുമതി വളവാണെന്ന്. എൻ്റെ മോളെ ഏട്ടൻ പറഞ്ഞ സത്യ, ഞാൻ ശരിക്കും കണ്ടമ്മേ. അത് കേട്ട് സാവിത്രി അവനെ കളിയാക്കി. എൻ്റെ മോനെ, നിനക്ക് തോന്നിയതാവും. നിന്റെ അച്ഛൻ കുറച്ചു മുമ്പ് ആ വഴിയെ വന്ന്, എന്നിട്ട് അങ്ങീരൊന്നും കണ്ടില്ലല്ലോ. അപ്പോഴാണ് കൃഷ്ണൻ അങ്ങോട്ട് വന്ന്. വർഷങ്ങളായിട്ട് ഞാനൊരു പ്രേതത്തിൻ്റെ കൂടെയല്ലേ കഴിയുന്നത്, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പ്രേതത്തെയും കാണാത്തത്. അത് കേട്ട് സാവിത്രി കലിപ്പിച്ച് നോക്കി. ദേ മനുഷ്യ, പിള്ളേര് നിൽക്കുന്നതെന്ന് ഞാൻ നോക്കില്ല, ചട്ടി എടുത്ത് വെച്ച് പൊള്ളിക്കും ഞാൻ. എൻ്റെ അമ്മേ, പോയേക്കാം, ഇല്ലെങ്കിൽ ഇവള് പറഞ്ഞ പോലെ ചെയ്യും. വാ മക്കളെ, നമുക്ക് അങ്ങോട്ട് പോവാം. 3 പേര് ഹാളിലേക്ക് പോയി. അച്ഛാ, ഞാൻ പറഞ്ഞ സത്യ, ഞാൻ ശരിക്കും കണ്ടു. എൻ്റെ മോനെ, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വെറും തോന്നല. ഈ പ്രായത്തിൽ അച്ഛൻ ഏതൊക്കെ വഴികളിലൂടെ രാവും പകലും പോയിരിക്കുന്നു. ഇതുവരെ അച്ഛനൊന്നും കണ്ടിട്ടില്ല. നീ എപ്പോഴും ലൈബ്രറി പോയി പേടിപ്പെടുത്തുന്ന കഥകൾ വായിക്കാറില്ലേ? അതുപോലെ ഇന്നും വായിച്ചു കാണും. ആ വഴി വന്നപ്പോൾ അതൊക്കെ നീ ഓർത്ത് നടന്നുകൊണ്ടാ പെട്ടെന്ന് അങ്ങനെ നീ കണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അച്ഛാ, ഞാൻ പറഞ്ഞ സത്യ, ഞാൻ ശരിക്കും കണ്ടു. അതൊരു പെണ്ണാ, വല്ലാത്തൊരു മുഖം, ഓർക്കുമ്പോൾ പേടിയാവുന്നു. അച്ഛാ, ഇനി ശരിക്കും ഏട്ടൻ കണ്ടു കാണോ? ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ. അത് വിട്, എൻ്റെ മക്കൾ പോയി ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. ഇനി അതൊക്കെ ഓർത്ത് വെച്ച് ഉറക്കത്തിന് ഞെട്ടണ്ട, നന്നായി പ്രാർത്ഥിച്ച് കിടക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അകത്തേക്ക് പോയി. ഹർഷനും ഹരിത അവരുടെ മുറിയിലേക്കും. രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നു. പക്ഷെ ഹർഷന് ഉറക്കം വന്നില്ല. കണ്ണടച്ചാൽ തെളിയുന്ന ആ രൂപമാണ്. നന്നായി പേടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാനൊരു ഭയം തോന്നി ഹർഷന്. നാശം പിടിക്കാൻ, ഉറക്കം വരുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. ഇനി ലൈബ്രറിയിലേക്കൊന്നല്ല, എങ്ങോട്ടും പോകുന്നില്ല, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, അതാ നല്ലത്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഹർഷൻ ഉറക്കത്തിലേക്ക് വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ അരികിൽ ആരോ ഉള്ള പോലെ അവന് തോന്നി.
പെട്ടെന്ന് കണ്ണു തുറന്ന് നേരെ നോക്കി. മുറിയിൽ ആരന്റെ വെളിച്ചത്തിലെ രൂപം നിൽക്കുന്നു. അടുത്തിരുന്ന ഫോൺ തപ്പിയെടുത്ത് ടോർച്ച് വിളിച്ച് നോക്കി. നേരത്തെ ഇടവഴിയിൽ കണ്ട അതേ രൂപം. കണ്ണുമിഴിച്ച് അലറി വിളിച്ച് ഓടിച്ചെന്ന് ലൈറ്റിട്ട് നോക്കി. ഇല്ല, ആ രൂപം അവിടെ ഇല്ല. അപ്പൊ ഞാൻ കണ്ടതോ, എന്റെ ദൈവമേ, ഉറങ്ങാനും സമ്മതിക്കില്ല. ഓരോന്ന് ഇറങ്ങിയേക്കുന്ന ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ. ഒളിവിൽ എങ്ങനെയൊക്കെയോ ഹർഷൻ നേരം വിളിപ്പിച്ചു. അന്ന് രാവിലെ തന്നെ അവന്റെ കൂട്ടുകാരനായ വിമലിന്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഇടവഴിച്ച് പ്രേയത്തെ കണ്ടെന്നോ? ചുമ്മാ പുഴുവടിക്കാൻ പോടാ. എടാ, ഞാൻ പറഞ്ഞ സത്യ, ഞാൻ ശരിക്കും കണ്ടു. അവിടെ എന്തോ ഉണ്ട്. സത്യം പറയാലോ, ആ വഴി പോകുമ്പോഴും വരുമ്പോഴൊക്കെ എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ട് എനിക്ക്. എടാ, ഇതൊക്കെ നിന്റെ മനസ്സിന്റെ വെറും തോന്നല. ഇന്നലെ നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ നീ വായിച്ച ഹൊറർ സ്റ്റോറി മനസ്സിലിട്ട് നടന്നുകൊണ്ട് നിനക്ക് തോന്നിയ അനുഭവങ്ങളോ അതൊക്കെ. എടാ, നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ എനിക്കെന്തോ ഉറപ്പ് തോന്നുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ എൻ്റെ പിന്നിലാരോ ഉള്ള പോലെ. നിന്റെ പിന്നിൽ ഇപ്പോൾ അവിടെയും ഇവിടെയും നിൽക്കുകയിരിക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരാ, അല്ല വേറെ ആരും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. വിമല, നിനക്കിതൊക്കെ തമാശയാ. എൻ്റെ അനുഭവം നിനക്ക് വരുമ്പോഴേ അത് മനസ്സിലാവും. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി നീ എൻ്റെ വീട്ടിലേക്ക് വാ. അതോ ആ വഴി തന്നെ വരണം പറ്റുമോ നിനക്ക്? ശരി, ഞാൻ വരാം. ആ വഴിയില്ല, വേറെ വഴിയില്ലല്ലോ നിന്റെ വീട്ടിലേക്ക് വരാൻ. ശരി, വാ. അന്ന് രാത്രി 7 മണി കഴിഞ്ഞപ്പോൾ വിമല ആ വഴി ഹർഷന്റെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ പകുതി എത്തിയപ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവാൻ തുടങ്ങി. അവനാകെ വിയർത്തു പോയിരുന്നു. ഇതെന്താ ഇപ്പം ഇങ്ങനെ? ഹർഷൻ പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല ഇവനെ. ധൈര്യമായിട്ട് നീ മുന്നോട്ട് നടക്ക്, ഒന്നും വരില്ലടാ. സ്വയം പറഞ്ഞുകൊണ്ട് വിമൽ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് അവന്റെ മുന്നിലൂടെ പോയി. ഒരു നിമിഷം വിമൽ കിടുങ്ങിപ്പോയി അലറി വിളിച്ചുകൊണ്ട് അവൻ വന്ന വഴിയെ തിരിച്ചോടി. അയ്യോ! ഓടുന്നതിൻ്റെ ഇടയിൽ അവൻ ആരെയോ മറികടന്നു പോകുന്ന പോലെ തോന്നി. ഒരു നിമിഷം നിന്ന് അവൻ തിരിഞ്ഞു നോക്കി. ഹർഷൻ പറഞ്ഞ അതേ രൂപം വിമലിനെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ആ രൂപം തനിക്കരികിലേക്ക് ഓടി വരുന്ന പോലെ തോന്നി. പുറകെ വരണു. പിന്നെ ഒട്ടും വൈകിയില്ല. തിരിഞ്ഞു പോലും നോക്കാതെ വിമൽ മുണ്ട് തലവഴിയിട്ട് ഓടി. മോനെ ഹർഷ, ഒന്ന് എഴുന്നേറ്റ്. എന്തുറക്കാ ഇത്? ഹർഷൻ കണ്ണു തുറന്നു. മുന്നിൽ ദാമോദരൻ നിൽക്കുന്നു. എന്തൊരു ഉറക്കാ മോനെ ഇത്. വീട്ടിലുണ്ടൊന്നും പോകണ്ടേ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഹർഷൻ ചുറ്റും നോക്കി. താനിപ്പോൾ ലൈബ്രറിയിലാണ്. ജനൽ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഇരുട്ട് വീണിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഞാനപ്പോൾ ഇത്രയും നേരം കണ്ട സ്വപ്നമാണോ? ഹോ, വല്ലാത്തൊരു സ്വപ്നമായി പോയി. ചേട്ടാ, സമയം എന്തായി? 8:30 ആവുന്നേ ഉള്ളൂ. സാധാരണ മോൻ ഇത്രയും വൈകാറില്ലല്ലോ. ഇന്നെന്ത് പറ്റി? ഓ, ഞാൻ ഈ കഥ വായിച്ചിരുന്ന ഉറങ്ങിപ്പോയതാ, സോറി. എന്നാൽ മോനറിയിക്കോ, എല്ലാവരും പോയി, എനിക്ക് വാതിലടക്കണം. ഹർഷൻ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ചുറ്റും ഇരുട്ട് വരഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരി മോനെ, നാളെ കാണാം. ദാമോദരൻ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ഒരു നിമിഷം ഹർഷന്റെ മനസ്സിലേക്ക് സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ മിന്നി മാഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഒരു സ്വപ്നം മാത്രം. സ്വയം ധൈര്യം സംഭരിച്ച ഹർഷൻ മുന്നോട്ട് നടന്ന് ഇടവഴിയിലെത്തിയപ്പോൾ അവനെ നിന്നു. ഈശ്വര, ഉള്ളിൽ നല്ല പേടി തോന്നു. പക്ഷെ വീട്ടിൽ പോകാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അല്ല, ഞാനെന്തിനാണ് പേടിക്കുന്നത്? എൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ, അപ്പം എന്നെ പേടിപ്പിക്കാൻ ആരുമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, എതിരെ എന്ത് വന്നാലും ഇടിച്ചു തള്ളിയിട്ട് ഓടി വീട്ടിൽ കയറിയിരിക്കും ഞാൻ, ഉറപ്പ്. അങ്ങനെ ഓരോന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കും തോറും ധൈര്യം ചോർന്നു പോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. ചുറ്റും നിശബ്ദത നിറഞ്ഞു നിൽക്കുന്നു. പോരാത്തതിന് നല്ല ഇരുട്ടും. ഫോണിലെ ടോർച്ച് തെളിയിച്ചിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു ഭയം തോന്നുന്നു. പെട്ടെന്നാണ് ഹർഷന്റെ ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ വിമൽ കോളിംഗ്. ഹർഷൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹോ, ഭാഗ്യം, വർത്തമാനം പറഞ്ഞു പോവാലോ. എന്താടാ വിമലെ, നിന്നെ കണ്ടിട്ടില്ലല്ലോ. എടാ ഹർഷ, നീ ഇപ്പം എവിടെ? ഞാനിപ്പോൾ വീട്ടിലേക്ക് പോടാ. ഇടവഴി എത്തി. എന്തേ? എടാ, നീ വീടിൻ്റെ മുന്നിലെത്തിയോ? അതോ ഇടവഴിയിലൂടെ നടക്കുകയാണോ? എടാ, ഇടവഴി പകുതി എത്താറായി. എന്തേ? എടാ, ഞാൻ കുറച്ച് മുമ്പ് നിന്റെ അന്വേഷണത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. പക്ഷെ ആ വഴി പകുതി എത്തിയപ്പോൾ ഞാൻ അവിടെ ഒരു രൂപത്തെ കണ്ടു. ഒറ്റ നോട്ടേ ഞാൻ നോക്കിയുള്ളൂ. എൻ്റെ മരണം ഞാൻ മുന്നിൽ കണ്ടടാ അവിടുന്ന്. എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ മുന്നും പിന്നെ നോക്കാതെ വേഗം വീട്ടിലേക്ക് വിട്ടോ. നടക്കണ്ട, ഓടിക്കോ. എന്തു വന്നാലും തോന്നാലും നിൽക്കരുത്, കേട്ടല്ലോ? അപ്പോൾ ശരി, ഞാൻ വെക്കുക. വിമൽ പറഞ്ഞ അത്രയും ഒരു വിറയിലോടെയാണ് ഹർഷൻ കേട്ടെന്ന്. ഒരു നിമിഷം നിന്നിടത്തുനിന്ന് അവൻ അനങ്ങാൻ പറ്റിയില്ല. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം കൂടി ഓർത്തു. താനിപ്പോൾ നിൽക്കുന്ന ഇടവഴിയുടെ നടുവിലാണ്. ഹർഷൻ അടിമുടി വെട്ടിവറച്ച് വിയർത്തുപോയി. പിന്നിലാരോ ഉള്ളതുപോലെ ഒന്നനങ്ങാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്നാണ് ഒരു മിന്നലോടുകൂടി ഇടിവെട്ടിയത്. ആ മിന്നൽ വെളിച്ചത്തിൽ ഹർഷൻ കണ്ടു താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം തനിക്ക് മുന്നിലായി നിൽക്കുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.